നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി എന്നുള്ള ആഹ്വാനം കൊഴുപ്പിച്ചുകൊണ്ട് സൈബർ ഇടത്തിൽ കിടന്ന് കറങ്ങുകയാണ് സതീശൻ പക്ഷക്കാർ. വെട്ടുകിളി കൂട്ടത്തെ പോലെയാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കി, പ്രതിരോധത്തിലാക്കി മുഖ്യമന്ത്രി കസേര സതീശന് തന്നെ കൊടുപ്പിക്കാൻ ഉള്ള തന്ത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നിൽ വി.ഡി. സതീശനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതായത് സതീശൻ കൂട്ടർ ആഹ്വാനം ഉന്നയിക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തന്നെ ജയിക്കും, അതിന് മുന്നിൽ നിന്ന് ചുക്കാൻ പിടിച്ചത് സതീശനാണ്, അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളാണ് നമുക്ക് അനുകൂലമായി മാറുന്നതെന്നും അതുകൊണ്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് എന്തുകൊണ്ടും അർഹൻ സതീശനാണെന്നും സതീശ പക്ഷക്കാർ പറയുകയാണ്. ചില ഇമെയിൽ തന്ത്രങ്ങളൊക്കെയാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് വി.ഡി. സതീശന് വേണ്ടിയിട്ടുള്ളത്. അതായത് UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സതീശൻ അനുകൂലികൾ സൈബർ ഇടത്തിൽ വലിയ ആവശ്യം ഉന്നയിക്കുകയാണ് സതീശൻ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇതിനെയെല്ലാം വെട്ടി മൂലയ്ക്കൊതുക്കുന്ന ഒരു നീക്കവുമായി KCയെ പിന്തുണയ്ക്കുന്നവരെല്ലാവരും കൂടി ഇരച്ചിറങ്ങിയിരിക്കുകയാണ്. KC വേണുഗോപാൽ ചില കൃത്യമായ ഇടപെടലുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുണ്ടെന്നും അത് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്നുമാണ് ഇക്കൂട്ടർ പറയുന്നത്. പക്ഷേ KC വേണുഗോപാൽ പക്ഷക്കാർ മുഖ്യമന്ത്രി കസേരയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലിന്റെ ബുദ്ധി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം രണ്ടും കൽപ്പിച്ചിറങ്ങിയതുകൊണ്ട് CPMന്റെ അടിപതറിക്കാൻ കഴിഞ്ഞുവെന്നും മെയ് 4-ന് റിസൾട്ട് വരുമ്പോൾ, പെട്ടി പൊട്ടിക്കുമ്പോൾ UDF വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും, അതിൻ്റെ ഒരേ ഒരു കാരണക്കാരൻ KC വേണുഗോപാലാണെന്നുമാണ് ഇവർ പറയുന്നത്. കേരള രാഷ്ട്രീയത്തിൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം CPMന്റെ അടിത്തറ ഇളക്കിയ നീക്കങ്ങളുമായാണ് ഇത്തവണ UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പതിറ്റാണ്ടുകളായി ചുവപ്പ് കൊടി പിടിച്ച മുതിർന്ന നേതാക്കളെ UDF പാളയത്തിലെത്തിച്ച് പടക്കളത്തിലിറക്കിയ KC വേണുഗോപാലിന്റെ നയതന്ത്രജ്ഞതയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. G. സുധാകരൻ, ഐഷ പോറ്റി, TK ഗോവിന്ദൻ തുടങ്ങിയ അധികായന്മാരെ UDF പക്ഷത്തെത്തിച്ചതോടെ CPM അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു. UDF അധികാരം പിടിക്കുമെന്ന പ്രവചനങ്ങൾ പുറത്തു വന്നതോടെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള രഹസ്യ ചർച്ചകളും സജീവമാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്ന് സംസ്ഥാനത്തുടനീളം പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച KC വേണുഗോപാലിന്റെ സ്വാധീനം പാർട്ടിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണയുള്ള KC മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണം എന്ന വാദം ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. എന്നാൽ KC വേണുഗോപാലിനെ കൂടാതെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കമുള്ള പ്രമുഖരുടെ പേരുകളും ചർച്ചകളിൽ സജീവമാണ്. CPMൽ നിന്നുള്ള കൊഴിഞ്ഞ പോക്ക് കേവലം വോട്ട് ബാങ്കിനെ മാത്രമല്ല, ആ പാർട്ടിയുടെ ധാർമ്മികതയെ കൂടിയാണ് ബാധിച്ചത്. വിമതരെ ഇറക്കി CPMനെ തളച്ച തന്ത്രം UDFന് വലിയ മേൽക്കൈ നൽകിയിട്ടുണ്ട് എന്നാണ് ചർച്ചകൾ. ഈ പരീക്ഷണം വിജയിച്ചാൽ അതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് KC വേണുഗോപാലിലേക്ക് എത്തും. ഡൽഹിയിലെ തിരക്കുകൾക്കിടയിലും കേരളത്തിൽ തമ്പടിച്ച് അദ്ദേഹം നടത്തിയ ഓരോ നീക്കവും ലക്ഷ്യം കണ്ടെന്നാണ് അണികളുടെ വിശ്വാസം. മെയ് 4-ന് ഫലം വരുമ്പോൾ KCയുടെ നയതന്ത്രങ്ങൾ UDFനെ ഭരണക്കസേരയിൽ എത്തിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. മുൻ CPM നേതാക്കളെ UDFന്റെ പോർച്ചട്ടയണിയിച്ച് പടക്കളത്തിലിറക്കിയതിന്റെ ക്രെഡിറ്റ് മുഖ്യമായും സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനാണെന്ന് ആ പക്ഷം പറയുന്നു. ഇത്തവണ താൻ മത്സരിക്കാതെ സംസ്ഥാനത്തുടനീളം UDFനായി തന്ത്രങ്ങൾ മെനയുന്നതിലാണെന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് KC പറഞ്ഞിരുന്നു. G. സുധാകരനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ UDF സ്വതന്ത്രനാക്കി അമ്പലപ്പുഴയിൽ മത്സരിപ്പിച്ചതിന് പിന്നിൽ KCയുടെ വർഷങ്ങൾ നീണ്ട നയതന്ത്രമുണ്ട് എന്നാണ് പറച്ചിൽ. ആലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി അറിയാവുന്ന KC സുധാകരനുമായുള്ള വ്യക്തിപരമായ അടുപ്പം രാഷ്ട്രീയ നേട്ടത്തിനായി വിജയകരമായി ഉപയോഗിച്ചു. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയെയും തളിപ്പറമ്പിൽ TK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും ഒപ്പം നിർത്തിയതോടെ CPMന്റെ ഉറച്ച കോട്ടകളിൽ വിള്ളൽ വീണു. സ്വന്തം പാർട്ടിക്കാർ തന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ ഈ നേതാക്കൾക്ക് ആത്മധൈര്യം പകർന്ന് UDF വേദിയിലെത്തിച്ചത് KCയുടെ ഇടപെടലുകളാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം CPM പ്രതിരോധത്തിലായതും ഈ കൊഴിഞ്ഞുപോക്കിന് മറുപടി പറയാൻ വിയർത്തതുമാണ്. കണ്ണൂരിലെ CPM വിമതർ ഉയർത്തിയ ആരോപണങ്ങൾ സംസ്ഥാനത്തുടനീളം വലിയ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റാൻ KCക്ക് കഴിഞ്ഞു. KC പക്ഷം കാര്യങ്ങളെ വിലയിരുത്തുന്നത് പ്രത്യേക തരത്തിലാണ്. കേരള രാഷ്ട്രീയത്തിന് അത്ര പരിചയമില്ലാത്ത പുതിയൊരു പ്രതിഭാസത്തിന് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചു എന്ന് അവർ പറയുന്നു. CPMൽ ഉന്നത സ്ഥാനങ്ങളിലിരുന്ന മുതിർന്ന നേതാക്കൾ കൂട്ടത്തോടെ UDFന്റെ പാളയത്തിൽ എത്തുന്ന കൗതുക കാഴ്ചയായിരുന്നു അത്. വിമതരെ എത്തിക്കുക മാത്രമല്ല, അവർക്ക് സീറ്റ് കൊടുക്കാനും UDF സ്ഥാനാർത്ഥികളാക്കി മത്സരിപ്പിക്കാനും KCക്ക് കഴിഞ്ഞു. പ്രാദേശികമായി ഉയർന്ന
സന്ദേഹങ്ങളെല്ലാം പരിഹരിച്ച് മുൻ CPM നേതാക്കളെ UDFന്റെ പടക്കളത്തിലേക്ക് ഇറക്കിയതിൻ്റെ ക്രെഡിറ്റ് മുഖ്യമായും ഒറ്റ ഒരാൾക്ക് തന്നെയാണെന്നും അത് KCക്കാണെന്നും KC പക്ഷക്കാരും അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം കോൺഗ്രസുകാരും UDFകാരും പറയുന്നു. സംഘടനാ രംഗത്തെ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പരിചയത്തിൽ നിന്ന് ഉടലെടുത്ത നയചാതുരിയും പ്രായോഗിക ബുദ്ധിയുമാണ് KCയുടെ നീക്കത്തിന്റെ പിന്നിലുണ്ടായിരുന്നത്. G. സുധാകരൻ വർഷങ്ങളായിട്ട് CPMൽ നിന്ന് ഉടക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ അതിനു മുൻപൊന്നും പാളയത്തിലേക്ക് എത്തിക്കാൻ UDFന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ UDF പാളയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞതും അതുവഴി CPMന് ഒരു അടി കൊടുക്കാൻ കഴിഞ്ഞതും അത് KCയുടെ ആ ഒരു തന്ത്രം തന്നെയാണ്. ഇത്തവണ പ്രചാരണ രംഗത്ത് CPM നേതാക്കൾ ഏറ്റവും അധികം വിയർത്തതും ഈ കൊഴിഞ്ഞുപോക്കിന് മറുപടി പറയാനായിരുന്നു. വ്യാജ വാർത്തകളും വക്കീൽ നോട്ടീസുമായി KCയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ CPM ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. 3 തവണ കൊട്ടാരക്കരയിൽ നിന്നുള്ള CPM MLA ആയിരുന്ന ആയിഷ പോറ്റി 3 പതിറ്റാണ്ട് കാലത്തെ CPM ബന്ധം ഉപേക്ഷിച്ച് ഈ വർഷം ആദ്യം കോൺഗ്രസിന്റെ വേദിയിലെത്തിയപ്പോൾ ഷോൾ അണിയിച്ച് സ്വീകരിച്ചത് KC വേണുഗോപാലും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ചേർന്നായിരുന്നു. സുധാകരന്റെ കാര്യത്തിലും മറിച്ചായിരുന്നില്ല. കൃത്യമായ കരുനീക്കങ്ങൾ നടത്താൻ KC വേണുഗോപാലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ദീർഘകാലമായി ആലപ്പുഴയിൽ നിന്നുള്ള MP എന്ന നിലയിൽ G. സുധാകരനുമായി KCക്ക് ഏറെക്കാലത്തെ അടുപ്പവുമുണ്ട്. 2024 ഡിസംബറിൽ G. സുധാകരനെ CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയതായി വാർത്തകൾ വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ KC വേണുഗോപാൽ വസതിയിൽ സന്ദർശിച്ചിരുന്നു. തുടർന്ന് നിരന്തര സമ്പർക്കം പുലർത്തുകയും ചെയ്തു. G. സുധാകരനെ തങ്ങളുടെ പക്ഷത്തേക്ക് ആകർഷിക്കാൻ B. ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ BJP ചരടുവലി നടത്തുന്ന സമയമായിരുന്നു അത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി G. സുധാകരൻ CPM വിട്ടപ്പോൾ തിരക്കിട്ട് പ്രതികരിക്കാതെ കാത്തിരുന്ന് കാണുക എന്ന നിലപാടായിരുന്നു KC സ്വീകരിച്ചത്. G. സുധാകരന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ സത്യസന്ധതയോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ടായിരുന്നു KCയുടെ പ്രതികരണങ്ങൾ. പിന്നീട് UDF പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിയായതോടെ G. സുധാകരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതും KC തന്നെയായിരുന്നു. G. സുധാകരന് വേണ്ടി ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയ പ്രമുഖ നേതാവും KC വേണുഗോപാൽ തന്നെയായിരുന്നു. സ്വന്തം നാടായ കണ്ണൂരിൽ CPMന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത പൊട്ടിത്തെറികൾ ഉണ്ടായപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യം UDFന് അനുകൂലമാക്കി ഒരുക്കിയെടുത്തതും KCയുടെ തന്ത്രം. CPMൽ നിന്ന് പുറത്തു വന്ന TK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും UDF സ്ഥാനാർത്ഥികളാക്കാൻ അവസരത്തെ തുടർന്ന് കരുനീക്കിയതും KC തന്നെ. CPMൽ നിന്ന് കടുത്ത ഭീഷണി നേരിട്ട സമയത്ത് TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും KC പകർന്നു നൽകിയ ആത്മധൈര്യം വളരെ വലുതായിരുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അടിയായിരുന്നു. കാരണം KC ഇങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് CPMകാർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പാർട്ടിയുമായി പിണക്കമുള്ളവർ പിണങ്ങി മാറി നിൽക്കും എന്നല്ലാതെ പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുമെന്ന് അവർ കരുതിയതേയില്ല. പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നൊക്കെ അടി കിട്ടിയപ്പോഴത്തേക്ക് അടിപതറിപ്പോയി CPMന്. TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും പാർട്ടി നേതൃത്വത്തിനെതിരെ നിരത്തിയ കുറ്റപത്രങ്ങൾ സംസ്ഥാനത്തുടനീളം വലിയ ചർച്ചയായി മാറിയല്ലോ. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളും പ്രചാരണത്തിനിറങ്ങിയ KC വേണുഗോപാൽ എല്ലായിടത്തും ഈ വിഷയം ചർച്ചയാക്കി CPMനെ കടുത്ത പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. അങ്ങനെ മെയ് 4 പെട്ടി പൊട്ടിക്കുമ്പോൾ UDFന് വിജയമാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് അത് KC വേണുഗോപാലിലേക്ക് എത്തും. ഇത് വലിയ രീതിയിൽ VD സതീശന് തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ട് ആ പേടിയിൽ വിളറി വെളുത്തു നിൽക്കുകയാണ് VD സതീശൻ ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.